എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ എല്ലാവർക്കും ഈദ് മുബാറക്. അപ്പോൾ തന്നെ നിങ്ങൾ ഡൗട്ട് വരും, ഹെൽമെറ്റിലാണ്ട് ടൂ വീലർ ഓടിച്ചത്. പള്ളിയിൽ പോയിട്ട് വരുന്ന വഴിയാണത്. ഇപ്പോൾ എങ്ങും നാട്ടിൽ തരംഗം ഫുൾ ജാർ സോഡ. ഫുൾ ജാർ സോഡ എന്ന് പറഞ്ഞാൽ യൂട്യൂബ് തുറന്നാൽ ഫുൾ ജാർ സോഡ. ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഫുൾ ജാർ സോഡ അല്ല, പിന്നെ എന്താണെന്നല്ലേ നമുക്ക് കാണാം. അത് തന്നെ ഒരു ഫുൾ ജാർ സോഡ കുടിച്ചുകൊണ്ടാവാം നമുക്ക് ആ വിശേഷങ്ങൾ പറയുന്നത്. ഈയിടെയായിട്ട് നാട്ടിൽ തരംഗം ഫുൾ ജാർ സോഡയാണല്ലോ. എല്ലാവിടെ നമുക്ക് ഫുൾ ജാർ സോഡയുടെ വിശേഷങ്ങളും കാഴ്ചകളും കാണാനുള്ളത്. അത് പ്രകാരം നമ്മുടെ നാട്ടിലുള്ള ഷോപ്പിലാണിത് ഫുൾ ജാർ സോഡയുടെ ബോർഡ് കുറേ ദിവസമായിട്ട് കണ്ടിരിക്കുന്നത്. ഇതിക്ക് മുമ്പ് ഇവിടെ സാധനം പിടിച്ചിരുന്നത് നറുനീണ്ടി സർബത്താണ്, സ്പെഷ്യൽ സർബത്ത്, മിൽക്ക് സർബത്തൊക്കെ ആയിരുന്നു ഇത്. ഇപ്പോൾ ആ സ്ഥാനമൊക്കെ മാറി ഫുൾ ജാർ സോഡയിലേക്ക് വന്ന്. അപ്പോൾ നമുക്ക് ഷോപ്പിൽ പോയിട്ട് ഫുൾ ജാർ സോഡ കുടിക്കുകയും പിന്നെ കുറച്ച് വിശേഷങ്ങൾ നമുക്ക് പങ്കുവെക്കുകയും ചെയ്യാം. യൂട്യൂബിൽ തരംഗമായിക്കൊണ്ടിരിക്കുന്ന ഫുൾ ജാർ സോഡയാണത്. റെസിപ്പിയൊക്കെ നിങ്ങൾ മറ്റ് ചാനലുകളിൽ നിന്ന് കാണുക. അപ്പോൾ നമ്മുടെ സുഹൃത്തിൻ്റെ ഷോപ്പിൽ നിന്നാണ്, നമ്മുടെ മാളയിലെ നമ്മുടെ സ്വന്തം ഷോപ്പിൽ നിന്ന്. അപ്പോൾ ഇതാ ലോകമെമ്പാടുമുള്ള എൻ്റെ എല്ലാ മലയാളി പ്രേക്ഷകർക്കും വേണ്ടിയിട്ട് നമ്മുടെ ചാനലിൽ ഇനി ഫുൾ ജാർ സോഡ വന്നില്ല എന്ന് പറയണ്ട. ഇതാണ് സ്റ്റൈല്. ഇപ്പം ഇത്രയും വെള്ളവും ഇതൊക്കെ പാഴാവുന്നതിൽ വിഷമമുണ്ട്. പക്ഷേ ഇതാ നമ്മളിതാ ഇത് കഴിച്ചുകൊണ്ട് അഭിപ്രായം ആദ്യം തന്നെ പറയാം. നാരങ്ങ കഷ്ണമുണ്ടോ? ഒരു വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റാണ്, ഇഷ്ടപ്പെടും. കാരണം വേറെ പറ്റിയ ആർട്ടിഫിഷ്യലായിട്ട് വേറെ ഒന്നുമില്ല. നമ്മൾ നാരങ്ങയും പച്ചമുളകും ഇഞ്ചിയും എല്ലാം ചേർന്നിട്ടുള്ള നല്ല എന്താണ് മല്ലിയില, എന്താണ് ഇതിൻ്റെ വേറെ പുതിനയിലൊക്കെ ചേർത്തിട്ടുള്ളതാണതും. നല്ല ഒരു ഡിഫറെൻ്റാണ്. നമ്മൾ മലയാളികൾ എന്നും, ഞാനപ്പോൾ പറഞ്ഞു വന്ന കാര്യം വെച്ചാൽ നമ്മളുടെ സബ്ജക്റ്റ് ഫുൾ ജാർ സോഡ അല്ല. നമ്മൾ മലയാളികൾ എന്തും ആക്സെപ്റ്റ് ചെയ്യുന്ന സ്വഭാവമുള്ളതാണ്. പുതുമുള്ള എന്തും മലയാളികൾ നെഞ്ചോട് ചേർത്ത് വെച്ച കാഴ്ചകളാണ് നമ്മൾ ഇതിക്ക് മുമ്പ് കണ്ടിരിക്കുന്നത്. ഇതിക്ക് മുമ്പത്തെ താരം എന്തായിരുന്നു നിങ്ങൾക്കറിയാം, എന്തായിരുന്നു? തന്തൂരി ചായ. കേരളമെമ്പാടും നമ്മുടെ ചാനലുകളിലും മറ്റൊക്കെ കാണാൻ കഴിഞ്ഞിരുന്ന ഒരു കാഴ്ചയാണത് തന്തൂരി ചായ. അതിക്ക് മുമ്പ് കുലുക്കി സർബത്ത്, മിൽക്ക് സർബത്ത്, ഒരുപാട് ഐറ്റംസ് നമ്മൾ കണ്ടിരിക്കുന്നതാണത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ മലയാളികൾ നെഞ്ചോട് ചേർത്തൊരു ഐറ്റമാണത് ഫുൾ ജാർ സോഡ. ഓരോ ചാനലുകളിൽ മില്യൺ വ്യൂസാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എൻ്റെ സബ്ജക്റ്റ് അതല്ല. നമ്മുടെ ലോകയാത്രകളിൽ നമ്മൾ ഒരുപാട് രാജ്യങ്ങളൊക്കെ സന്ദർശിക്കുമ്പോൾ അവിടുത്തെ വളരെ വ്യത്യസ്തങ്ങളായിട്ടുള്ള കാഴ്ചകൾ. ഇപ്പോൾ നമ്മളിവിടെ ഫുൾ ജാർ സോഡ ആണെങ്കിൽ മറ്റു രാജ്യങ്ങളിൽ ഒരുപാട് ഫ്രൂട്ട് ജ്യൂസുകളാണ് അവർ ചേർത്ത് പിടിക്കുന്നത്. സ്പെഷ്യലി നമ്മുടെ പ്രീവിയസ് എപ്പിസോഡുകളിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും തായ്ലൻഡ് കാഴ്ചകൾ, കംബോഡിയ കാഴ്ചകളെല്ലാം തന്നെ. നമ്മുടെ ഒരു പ്രധാനമായിട്ട് നമ്മൾ തായ്ലൻഡ് എപ്പോഴും ഹൈലൈറ്റ് ചെയ്ത് പറയാറുണ്ട്. അപ്പോൾ തായ്ലൻഡിൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുകയാണെങ്കിൽ തായ്ലൻഡിലെ റോഡുകളിലെല്ലാം നമുക്ക് കാണാൻ കഴിയുന്നത് നമ്മളിപ്പോൾ ഇവിടുത്തെ ഫുൾ ജാർ സോഡ നമ്മുടെ നാടുകളിൽ സജീവമായ പോലെ സർബത്ത്, അതായത് നമ്മുടെ കുലുക്കി സർബത്തും ഒക്കെ സജീവമായിരിക്കുന്ന പോലെ തന്നെ ധാരാളം ഫ്രൂട്ട് ജ്യൂസുകളാണ് നമുക്ക് വഴി നീളെ കാണാൻ കഴിയുന്നത്. ആ രാജ്യം അവിടുത്തെ ആ നാട്ടിലുള്ള പരമാവധി ഫ്രൂട്ട്സുകൾക്ക് മാക്സിമം പ്രാധാന്യം കൊടുത്തുകൊണ്ട് അവിടെ എത്തുന്ന ഓരോരുത്തർക്കും പ്രത്യേകം അത് ഫ്രീ ആയിട്ട് കഴിക്കാനും മറ്റ് സൗകര്യങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് അവരുടെ നാട്ടിലേക്ക് ആകർഷിക്കുന്ന, അല്ലെങ്കിൽ അവരുടെ നാടിൻ്റെ തനതായിട്ടുള്ള ഫ്രൂട്ടുകളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുന്ന കാഴ്ചകളാണ് നമുക്ക് കാണാൻ കഴിയാറ്. നമ്മുടെ നാട്ടിൽ സീസണായാലും ചക്കയും മാങ്ങയൊക്കെ അവിടെ ഇവിടെയൊക്കെ വീണ് ചീഞ്ഞു പോകുന്ന കാഴ്ചകൾ കാണുന്നിടത്ത് നിങ്ങൾക്ക് ഈ ഞാൻ സംസാരിക്കുന്നതോടൊപ്പം തന്നെ ഈ വിഷ്വലുകളിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. അവിടുത്തെ എയർപോർട്ടുകളിലായിക്കോട്ടെ, പ്രധാന ഷോപ്പിംഗ് മാളുകളിലായിക്കോട്ടെ, എല്ലായിടും ചക്കയും മാങ്ങയും പഴങ്ങളും എല്ലാം വിൽക്കാൻ വെച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ നാട്ടിലും ഞാനിപ്പോൾ ഈ നമ്മൾ നിൽക്കുന്ന ഷോപ്പിലും ധാരാളം ഫ്രൂട്ട്സുകൾ നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ നാട്ടിലെ ആൾക്കാരുടെ ഇതിനോടുള്ള കൺസംഷൻ എത്രമാത്രം എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ഇവിടെ എനിക്ക് കാണാൻ കഴിയുന്നത് മാംഗോസ്റ്റിൻ പോലെയുള്ള ഒരുപാട് സംഭവങ്ങളിവിടെ ഉണ്ട്. പക്ഷെ അവിടെ എല്ലാം നമുക്ക് കഴിക്കാൻ പാകത്തിന് തയ്യാറാക്കി. ഇപ്പോൾ മാംഗോസ്റ്റിനാണെങ്കിൽ തന്നെ നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ മാംഗോസ്റ്റിൻ ജ്യൂസ്? നമുക്ക് ഈ വിഷ്വലുകളിൽ കാണാൻ കഴിയും. മാംഗോസ്റ്റിൻ്റെ ജ്യൂസ് നല്ല രീതിയിൽ തയ്യാറാക്കി വെച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ധാരാളം ജ്യൂസുകൾ നമുക്ക് കാണാൻ കഴിയും. അത് ഇത് കുടിക്കുമ്പോൾ ശ്രദ്ധിക്കണ കാര്യം നല്ല രുചിയൊക്കെ ഉണ്ട്. അടിവശത്തുമ്പോൾ കണ്ണടച്ച് പിടിച്ച് കുടിക്കണം. കാരണം ഈ ഗ്യാസിലുണ്ടല്ലോ, അതൊക്കെ മറ്റു ചാനലിൽ പറഞ്ഞുകൊണ്ടൊന്നും എനിക്കറിയില്ല, ഗ്യാസിൽ മുളകിൻ്റെ ഇതൊക്കെ കണ്ണിലേക്ക് തെറിക്കണം. ഇപ്പം എൻ്റെ കണ്ണ് നീര് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഫുൾ ജാർ സോഡ കുടിക്കുമ്പോൾ മുക്കാഭാഗം കഴിയുമ്പോൾ കണ്ണടച്ച് കുടിക്കണം. അതായത് ഇങ്ങനെ സംഭവം നല്ല ഉഷാറാണ് കേട്ടോ. ചിലർ കമൻറ്റ് ചെയ്ത് കണ്ടു ടേസ്റ്റ് ഇല്ല എന്നൊക്കെ.
ഇതിന് എരിവും പുളിയും എല്ലാം കൂടിയിട്ട് ഇഷ്ടപ്പെടുന്നവർ വേണം കഴിക്കാനായിട്ട്. ഇത് വലിയ നമ്മൾ മറ്റ് സർവത്ത് നറുനണ്ടി സർവത്ത് പാൽ സർവത്ത് കുടിക്കുന്ന പോലെ വന്നു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടില്ല. അത്യാവശ്യം സ്പൈസി ആയിട്ടുള്ളവർക്ക് ബെസ്റ്റാണ്. അപ്പോൾ ഫുൾ ജാർ സോഡയുടെ വിശേഷങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതോടൊപ്പം തന്നെ ധാരാളം ഫ്രൂട്ട്സ് ഉണ്ട്. ഇപ്പം ഞാൻ പ്രത്യേകം എടുത്ത് പറയാൻ കാരണം നിങ്ങൾക്കിവിടെ കാണാം മാംഗോസ്റ്റിൻ. ചെറിയ എക്സാമ്പിളാണ് പറയുന്നത്. മാംഗോസ്റ്റിൻ നമ്മുടെ നാട്ടിലൊക്കെ അവൈലബിൾ ആണ്. ഇതിൻ്റെ നല്ല ജ്യൂസ് മറ്റു കാര്യങ്ങളൊന്നും നമുക്ക് അവൈലബിൾ അല്ല. പക്ഷേ തായ്ലൻഡിൽ നമുക്ക് വഴി നീളെ മാംഗോസ്റ്റിൻ്റെ ജ്യൂസ് കാണാൻ പറ്റും, വഴി നീളെ കരിക്കുകൾ കാണാൻ പറ്റും, വഴി നീളെ നമുക്ക് ആവശ്യത്തിന്. നമുക്കിപ്പോൾ ഒരു ആപ്പിളാണ് കഴിക്കാൻ ആഗ്രഹം, ഒരു ആപ്പിൾ നമുക്ക് കട്ട് ചെയ്ത് തരും. ഒരു പേരക്കയാണ് കഴിക്കാൻ ആഗ്രഹം, ഒരു പേരക്ക നിങ്ങൾക്ക് കട്ട് ചെയ്ത് തരും. അങ്ങനത്തെ ഒരു ഭക്ഷണ സംസ്കാരം നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ നമ്മൾ ഈ നമ്മളിലേക്ക് കടന്നു വരുന്ന ഷവർമ ആയിക്കോട്ടെ, അതുപോലെ മന്തി ആയിക്കോട്ടെ, അതുപോലെ ഇപ്പോഴത്തെ നമ്മുടെ ഫുൾ ജാർ സോഡ, കുലുക്കി സർബത്ത് എന്തും നമ്മൾ കടമെടുക്കുന്നതോടൊപ്പം തന്നെ ശരീരത്തിന് ഗുണകരമാവുന്ന, വരും തലമുറയ്ക്കും കൂടിയും ഗുണകരമാവുന്ന ഇതുപോലെയുള്ള ഭക്ഷണ രീതികൾ, ഇതുപോലെയെന്ന് വെച്ചാൽ എന്താണ് നമ്മുടെ ആവശ്യത്തിന് ഫ്രൂട്ട്സും മറ്റു കാര്യങ്ങളെല്ലാം ലഭ്യമാവുന്ന രീതിയിലുള്ള ഒരു സിസ്റ്റം നമ്മുടെ റോഡുകളിലുടനീളം വരിക എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരുപാട് വിമർശകർ കണ്ടേക്കാം, എനിക്ക് വിഷയമല്ല. വിമർശന തൊഴിലാളികളെ നിങ്ങളുടെ കഴിവുകൾ പരമാവധി ഇതിന് താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്തിട്ട് ഇത് ചെയ്തു. പക്ഷേ ഇതിൽ നിന്നൊരു നന്മ ഉദ്ദേശിച്ചുകൊണ്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായി എന്ന് തന്നെ വിചാരിക്കുന്നു. ഒന്നും കൂടി ചുരുക്കി പറയാം, അതായത് വഴി നീളെ നമുക്ക് ഫ്രൂട്ട്സ്, അതായത് നമുക്കൊരു പേരക്കയോ ഒരു മാങ്ങയോ ഒരു പഴമോ എന്ത് വേണമെങ്കിലും നമുക്ക് വഴി നീളെ ലഭ്യമാവുന്നൊരവസ്ഥ തായ്ലൻഡിലും മറ്റു രാജ്യങ്ങളിലും എല്ലാം തന്നെ ഇത്തരം രീതിയിൽ ചെറിയ നമ്മുടെ ആവശ്യത്തിനുള്ള ക്വാണ്ടിറ്റി നമ്മൾക്ക് പോക്കറ്റിന് ഒതുങ്ങുന്ന രീതിയിൽ നമുക്ക് ലഭ്യമാണ്. അത് നമ്മുടെ നാട്ടിലും വരണം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് കൂടുതൽ വിശേഷങ്ങളുമായിട്ട് മറ്റ് വീഡിയോസ് വരുന്നുണ്ട്. ഹോങ്കോങ് സീരീസ് വീഡിയോ അടുത്ത ദിവസം മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. എല്ലാവരും ആത്മാർത്ഥത്തോടെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈദാശംസകൾ. ഈദാശംസകളോടൊപ്പം തന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പേജ് ലൈക്ക് ചെയ്യുക, വീഡിയോസ് പരമാവധി നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ട് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോ കിട്ടണം. അതിലെല്ലാവർക്കും ബൈ. അപ്പോൾ റെഡിയല്ലേ? ഇടി അവലി വലിച്ചോ കുടിച്ചോ. മതി ആ തവിട് പൊടിയായി തോന്നും. മതി നിർത്തി കുടി. അടുത്ത പൂശി